ഇത് വെറും ഒരു ക്രിമിനൽ ആക്രമണമല്ല. ഞാൻ അവളോട് സംസാരിച്ചപ്പോൾ അവൾ എന്നോട് പറഞ്ഞത് ഇതൊരു കൊട്ടേഷൻ ആണെന്നാണ്. അതിനാൽ തന്നെ ഇതിനു പിന്നിൽ കൃത്യമായൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ആ ഗൂഢാലോചനയിൽ പങ്കാളികളായവർ ആരായാലും, അവർ എത്ര വലിയവനായാലും ശിക്ഷിക്കപ്പെടണം. കേരളം മുഴുവൻ ആക്രമിക്കപ്പെട്ട എന്റെ സുഹൃത്തിനൊപ്പം നിൽക്കണം. കേരളത്തെ പിടിച്ചുകുലുക്കിയ നടിയെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത സംഭവത്തിന് തൊട്ടു പിന്നാലെ 2017 ഫെബ്രുവരി 19 ബുധനാഴ്ച വൈകുന്നേരം എറണാകുളം ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ നടി മഞ്ജു വാര്യർ നടത്തിയ പ്രസംഗത്തിലെ വാക്കുകളാണിത്. ആക്രമിക്കപ്പെട്ട നടിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സിനിമാ പ്രവർത്തകരും സിവിൽ സൊസൈറ്റിയും ചേർന്ന് നടത്തിയ പരിപാടിയായിരുന്നു വേദി. നടിക്കെതിരെ നടന്നത് ഗൂഢനീക്കമാണെന്ന ആ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് പിന്നീട് അന്വേഷണത്തിന്റെ ഗതി മാറുന്നത്. ആ നിമിഷം മുതൽ ഇന്ന് വരെ അതിജീവിതയ്ക്കൊപ്പം അടിയുറച്ചു നിന്ന പല സിനിമാ പ്രവർത്തകരും മൊഴിമാറ്റിയപ്പോൾ തന്റെ നിലപാടിൽ ഉറച്ചു നിന്ന ചുരുക്കം ചിലരിൽ ഒരാളായിരുന്നു മഞ്ജു. അതിന്റെ പേരിൽ പലവിധ ആരോപണങ്ങളും ആക്രമണങ്ങളും അവർ നേരിട്ടു. പക്ഷേ മഞ്ജു അണുവിട വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. 2017 ഫെബ്രുവരി 17 കേസിനാസ്പദമായ സംഭവങ്ങൾ നടക്കുന്നത്. തൃശൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് കാറിൽ യാത്ര ചെയ്യവേ നടിയെ പൾസർ സുനിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഓടുന്ന കാറിൽ വെച്ച് ഉപദ്രവിക്കുകയും പീഡിപ്പിക്കുകയും അതിന്റെ ദൃശ്യങ്ങൾ പകർത്തുകയുമാണ് ഉണ്ടായത്. സംഭവത്തിന് തൊട്ടു പിന്നാലെ ഫെബ്രുവരി 19 അവൾക്കൊപ്പം എന്ന പേരിൽ സിനിമാ പ്രവർത്തകർ ഒരു ഐക്യദാർഢ്യ പരിപാടി സംഘടിപ്പിച്ചത്. ഈ പരിപാടിയിൽ വെച്ച് മഞ്ജു വാര്യർ നടത്തിയ പ്രസംഗമായിരുന്നു ഈ കേസിലെ നിർണായക വഴിത്തിരിവുകളിലൊന്ന്. ഈ കേസിന് പിന്നിലെ ഗൂഢാലോചനയെക്കുറിച്ച് ആദ്യമായി പൊതുസമൂഹത്തോട് മഞ്ജു വിളിച്ചു പറഞ്ഞത് ഈ പൊതുയോഗത്തിൽ വെച്ചാണ്. ഇതിന് പിന്നിൽ നടന്നിരിക്കുന്നത് ഒരു ക്രിമിനൽ ഗൂഢാലോചനയാണ്. ഈ ഒരു ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഉള്ള പ്രവർത്തനങ്ങൾക്കെല്ലാം അങ്ങേയറ്റം പൂർണ്ണമായ പിന്തുണ നൽകുക എന്നതാണ് നമുക്കിവിടെ ചെയ്യാൻ സാധിക്കുക. ആക്രമിക്കപ്പെട്ട നടിയുമായി താൻ സംസാരിച്ചിരുന്നുവെന്നും കേരളം ഒറ്റക്കെട്ടായി അവൾക്കൊപ്പം നിൽക്കേണ്ടതുണ്ടെന്നും അന്ന് മഞ്ജു പറഞ്ഞു. ഈ കേസിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് സിനിമാ രംഗത്ത് നിന്നും ആദ്യമായി പറഞ്ഞതും മഞ്ജുവായിരുന്നു. മഞ്ജുവിന്റെ ഈ വാക്കുകൾ തന്നെയായിരുന്നു കേസിലെ ദിലീപിന്റെ പങ്കിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തെത്തിച്ചതും പിന്നീട് ദിലീപിന്റെ അറസ്റ്റിലേക്ക് നയിച്ചതും.